മൂന്നാം നൂറ്റാണ്ടിൽ കാമസൂത്രം സമാഹരിച്ച വത്സായന മഹർഷി ദമ്പതികൾക്ക് ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് വേണ്ടി നിർദ്ദേശിച്ചിരുന്നത് 64 സെക്സ് പൊസിഷനുകളാണ്. പുരാതന ഭാരതത്തിൽ ലൈംഗികതയ്ക്ക് എത്രത്തോളം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രാധാന്യമുണ്ടായിരുന്നു എന്ന് ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്. പക്ഷെ പലർക്കും അറിഞ്ഞുകൂടാത്തത് ഈ കാമസൂത്ര എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ സെക്സ് പൊസിഷനുകൾ എന്ന് പറയുന്നത് വെറും 20% താഴെ മാത്രമാണ്. ബാക്കി 80% ആ ലൈംഗികതയിൽ പാലിക്കേണ്ട ഇന്ന് നമ്മളുടെ സമൂഹം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം വളരെയധികം ചർച്ച ചെയ്യുന്ന കൺസെൻറ്റ്, അതായത് സമ്മതം ഉൾപ്പെടെയുള്ള മര്യാദകളെ പറ്റിയാണ്. അപ്പം ഇതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും, ഈ കൺസെൻറ്റ് എന്ന് പറയുന്നത് സായിപ്പ് കണ്ടുപിടിച്ച പദമോ അല്ലെങ്കിൽ 21-ാം നൂറ്റാണ്ടിൻ്റെ സൃഷ്ടിയോ ഒന്നും അല്ല എന്ന്. സത്യത്തിൽ ഈ കാമസൂത്ര പോലെയുള്ള ഒരു ഗ്രന്ഥത്തിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും ഒക്കെ ഇന്ത്യക്കാരെക്കാട്ടിൽ കൂടുതൽ തിരിച്ചറിഞ്ഞത് വിദേശികളാണ് എന്ന് പറയുന്നതിൽ യാതൊരു അതിശയോക്തിയുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ലൈംഗികതയിൽ ഏറ്റവും അധികം ഗവേഷണങ്ങൾ നടക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളിലാകുന്നതും നമ്മൾ ഇന്ത്യക്കാർ ബ്രിട്ടീഷുകാർ കളഞ്ഞിട്ട് പോയ സദാചാരം തള്ളി ജീവിക്കുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഈ കാമസൂത്രയിൽ പറഞ്ഞിരിക്കുന്ന 64 സെക്സ് പൊസിഷനുകളിൽ ദമ്പതികൾ ചെയ്യുവാൻ ഏറ്റവും കൂടുതൽ താല്പര്യം കാണിക്കുന്ന പൊസിഷനുകൾ ഏതൊക്കെയാണെന്നും അത് ചെയ്യുവാനും അതിൽ നിന്നൊരു സുഖം ലഭിക്കുവാനും ദമ്പതികൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ പറ്റിയുമാണ്. ഈ വിഷയത്തിൽ ഇന്ന് നമ്മളോടൊപ്പം സംസാരിക്കാൻ ചേരുന്നത് സെക്സ് കോച്ചും ഇറോട്ടിക് എക്സ്പേർട്ടും ടെഡെക്സ് സ്പീക്കറുമായ റൂത്ത് റാംസെയാണ്. ലണ്ടനിലെ അറിയപ്പെടുന്ന ഒരു ഫാഷൻ ജേർണലിസ്റ്റും സ്ട്രിപ്റ്റീസ് ആർട്ടിസ്റ്റുമായിരുന്ന റൂത്ത് വികലാംഗരുടെ ലൈംഗിക അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതുന്ന ഒരു അവാർഡ് വിന്നിംഗ് സാമൂഹിക പ്രവർത്തകയും കൂടിയാണ്. 2023 റൂത്തിന്റെ ടെഡെക്സിന്റെ ഭാഗമായിട്ട് നടത്തിയ റീവാമ്പ് യുവർ സെക്സ് ലൈഫ് ഇൻ 6 minutes എന്ന പ്രഭാഷണം ഏകദേശം 30 ലക്ഷത്തോളം പ്രേക്ഷകർ കാണുകയും ടെഡെക്സിന്റെ ഏറ്റവും അധികം ആളുകൾ കണ്ട 10 പ്രഭാഷണങ്ങളിൽ ഒന്നുമായിരുന്നു. നമസ്കാരം, എൻ്റെ പേര് സംഗീത് സെബാസ്റ്റ്യൻ. ഞാനൊരു സെക്ഷുവാലിറ്റി റൈറ്ററും സെക്സ് എഡ്യൂക്കേറ്ററുമാണ്. ലൈംഗിക വിദ്യാഭ്യാസമില്ലാതെ ലൈംഗികതയെപ്പറ്റി കാലഹരണപ്പെട്ട പഠനങ്ങളും സദാചാരവും ഒക്കെ തള്ളി ജീവിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് കേരളത്തിൽ സെക്സോളജിസ്റ്റുകൾ എന്ന് പറഞ്ഞ് ബോർഡും വെച്ചിരിക്കുന്ന 99% ഡോക്ടർമാരും. ഈ ഒരു വസ്തുത സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം തുടങ്ങിയ ഒരു പ്ലാറ്റ്ഫോമാണ് വിവോക്സ്. അതുകൊണ്ട് തന്നെയാണ് വിവോക്സ് കേരളത്തിലെ ഇന്ത്യയിലെ ഡോക്ടർമാരെ ഒന്നും ഇൻ്റർവ്യൂ ചെയ്യാതെ ഈ ഒരു വിഷയത്തിൽ ഇന്ന് ഏറ്റവും അധികം ഗവേഷണങ്ങൾ നടക്കുന്ന രാജ്യങ്ങളിലെ എക്സ്പേർട്സുകളുമായിട്ട് ഒരു സംഭാഷണം നടത്തുന്നത്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന 90% ലൈംഗിക പ്രശ്നങ്ങളും പരിഹരിക്കാൻ നിങ്ങൾക്ക് ഒരു ഡോക്ടറിൻ്റെയും സഹായം ആവശ്യമില്ല. അവിടെ വേണ്ടത് ഒരു ശരിയായ അറിവും കൗൺസിലിങ്ങും മാത്രം മതി. പക്ഷേ ആ ഒരു ദൗത്യം വിജയിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ. അപ്പോൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കേരളത്തിൽ ഒട്ടുമിക്ക പുരുഷന്മാരും കല്യാണം കഴിക്കുന്നത് തന്നെ സെക്സിന് വേണ്ടിയാണ്. കാരണം വിവാഹത്തിന് പുറത്തുള്ള ഒരു ലൈംഗിക ബന്ധം അംഗീകരിക്കുവാൻ മലയാളിക്ക് ഇപ്പോഴും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഒരു ദാമ്പത്യ ബന്ധത്തിനുള്ളിൽ പല ദമ്പതികൾക്കും ആദ്യമേ തന്നെ താല്പര്യം നഷ്ടപ്പെടുന്നതും സെക്സ് ആകുന്നത്? ഇംഗ്ലണ്ടിലെ 100 കണക്കിന് ദമ്പതികളുടെ വിരസമായി തീർന്ന ലൈംഗിക ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ടെക്നിക്കുകളിലൂടെയും തന്ത്രങ്ങളിലൂടെയും ഒക്കെ ഒരു പുത്തൻ ഉണർവ് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്ന സെക്സ് കോച്ചായ റൂത്ത് റാംസെ. ഒരു ഫാഷൻ ജേർണലിസ്റ്റ് ആയിട്ട് കരിയർ തുടങ്ങിയ റൂത്തിന് ചെറുപ്പം മുതൽ തന്നെ തനിക്കൊരു സ്ട്രിപ്റ്റീസ് ആർട്ടിസ്റ്റ് ആകണം എന്നതായിരുന്നു ജീവിത ലക്ഷ്യം എന്നാണ് എന്നോട് പറഞ്ഞത്. ഇത് കേൾക്കുന്ന പലർക്കും ഉൾക്കൊള്ളുവാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കുമെന്ന് എനിക്കറിയാം. ഇതേ ബുദ്ധിമുട്ട് എൻ്റെ വീട്ടുകാർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഉണ്ടായിരുന്ന ഒരു നല്ല ജോലി കളഞ്ഞ് ഞാൻ ഈ പണിക്ക് ഇറങ്ങിയത് തികച്ചും വിഡ്ഢിത്തമാണ് എന്ന് പറഞ്ഞവരായിരുന്നു ഏറെയും. എൻ്റെ പല സുഹൃത്തുക്കളും എന്നെ വിട്ടുപോയി. സ്വന്തം അമ്മ പോലും പറഞ്ഞത് ഞാൻ ഈ ഒരു തൊഴിലുമായിട്ട് മുമ്പോട്ട് പോയാൽ 6 മാസത്തിനുള്ളിൽ ഡ്രഗ്സിന് അടിമപ്പെട്ട ഒരു തെരുവ് വേശ്യയായിട്ട് മാറും എന്നായിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ച് ഒരു മാദക നർത്തകി ആവുക എന്നുള്ളത് എനിക്ക് കുഞ്ഞുനാൾ മുതലേ ഉണ്ടായിരുന്ന ഒരു സ്വപ്നമായിരുന്നു. മുറിക്കുള്ളിൽ കഥ കടച്ച് ഞാനൊരു സ്ട്രിപ്റ്റീസ് ആർട്ടിസ്റ്റായിട്ട് പലപ്പോഴും അഭിനയിക്കാറുണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിലെ സദാചാരവാദികളായ ഡോക്ടർമാരെ ആരെങ്കിലും ഇവർ കണ്ടിരുന്നെങ്കിൽ ഇതൊരു മാനസിക രോഗമാണെന്ന് അവർ പറഞ്ഞാൽ. എൻ്റെ ഉള്ളിലെ ലൈംഗിക ഊർജ്ജം നിയന്ത്രിക്കുവാനും വഴിതിരിച്ചു വിടുവാനും ഒക്കെ എനിക്ക് മാദക നൃത്തത്തോടുണ്ടായിരുന്ന ഒരു അഭിനിവേശം വളരെയധികം സഹായിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ കുട്ടിക്കാലത്തും കൗമാരപ്രായത്തിലുമൊക്കെ ഇത് സമൂഹം അംഗീകരിക്കാത്ത ഒരു തൊഴിലായിരുന്നതുകൊണ്ട് ബിരുദത്തിന് ശേഷം എനിക്കൊരു ഫാഷൻ ജേർണലിസ്റ്റായിട്ട് ജോലി ചെയ്യേണ്ടി വന്നു. പിന്നീട് ഏതാനും വർഷങ്ങൾക്ക് ശേഷം ലണ്ടനിലെ ആദ്യത്തെ സ്ട്രിപ്റ്റീസ് പഠിപ്പിക്കുന്ന സ്ഥാപനം ന്യൂ ലണ്ടൻ സ്കൂൾ ഓഫ് സ്ട്രിപ്റ്റീസ് തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ജോലി തന്നെ ഉപേക്ഷിച്ച് 25-ാമത്തെ വയസ്സിൽ ഒരു ഫുൾ ടൈം സ്ട്രിപ്റ്റീസ് ആർട്ടിസ്റ്റ് ആകുവാൻ തീരുമാനിക്കുകയും ചെയ്തു. ഏകദേശം 12 വർഷത്തോളം റൂത്ത് ഒരു പ്രൊഫഷണൽ സ്ട്രിപ്റ്റീസ് ആർട്ടിസ്റ്റായിട്ട് ലോകമെമ്പാടും സഞ്ചരിക്കുകയും നിരവധി വേദികളിൽ പെർഫോം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം പിന്നെ എങ്ങനെയാണ് അവരൊരു സെക്സ് കോച്ചായിട്ട് മാറിയത്? ഞാനൊരു സ്ട്രിപ്റ്റീസ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ടാവാം ആളുകൾ എൻ്റെ അടുക്കൽ വന്ന് അവരുടെ പങ്കാളികളുമായിട്ട് പോലും പങ്കുവയ്ക്കാൻ ധൈര്യം കാണിക്കാത്ത സ്വകാര്യ ലൈംഗിക താല്പര്യങ്ങളും പ്രശ്നങ്ങളുമൊക്കെ എന്നോട് പറയുക പതിവായിരുന്നു. അവർ പലരും എന്നോട് പറയാറുണ്ടായിരുന്ന ഒരു കാര്യം, ഞാൻ ഒരു സ്ട്രിപ്റ്റീസ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ടാണ് അവർക്ക് എന്നോട് പല കാര്യങ്ങളും പങ്കുവയ്ക്കാൻ പറ്റിയത് എന്നായിരുന്നു. കാരണം ഞാൻ അവർ പറയുന്ന കാര്യങ്ങൾ കേട്ട് ഞെട്ടുകയോ വിധിക്കുകയോ അവരുടെ ലൈംഗിക താല്പര്യങ്ങളെ നാണം കെടുത്തുകയോ അപമാനിക്കുകയോ ഒന്നും ചെയ്യത്തില്ല എന്നുള്ള ഒരു ബോധ്യം അവർക്ക് ഉണ്ടായിരുന്നു.
അങ്ങനെയാണ് ഞാൻ കാലക്രമേണ ഒരു സെക്സ് കോച്ചായിട്ട് മാറുവാൻ തീരുമാനിച്ചത്. സത്യത്തിൽ ഈ സെക്സ് കോച്ചിങ് എന്ന് പറയുന്ന പദവും സായിപ്പ് കണ്ടുപിടിച്ച പദമൊന്നുമല്ല. പുരാതന ഭാരതത്തിൽ സെക്സ് കോച്ചുകൾക്ക് പറഞ്ഞിരുന്ന പേര് കോർട്ടിസൻസ് എന്നായിരുന്നു. ആളുകൾക്ക് ലൈംഗികതയിൽ പരിശീലനം നൽകിയിരുന്ന ഈ സ്ത്രീകൾക്ക് പുരാതന ഭാരതത്തിൽ, അതായത് ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന ഭാരതത്തിൽ സമൂഹത്തിൽ ഉയർന്ന പദവിയും സ്ഥാനവും ഒക്കെ ഉണ്ടായിരുന്ന സ്ത്രീകളുമായിരുന്നു. എന്തുകൊണ്ടാണ് ഒരു ദീർഘകാല ദാമ്പത്യ ബന്ധത്തിൽ പല ദമ്പതികളുടെയും ലൈംഗിക ജീവിതം വിരസമായിട്ട് മാറുന്നത്? ഇത് സംഭവിക്കുന്നതിൽ ഒരു വലിയ പങ്ക് സെക്സ് പൊസിഷനുകൾക്കുണ്ട്. ഒട്ടുമിക്ക ദമ്പതികളും അവർ ചെയ്യുന്ന ഒരേ സെക്സ് പൊസിഷനുകൾ, ഒന്നെങ്കിൽ പുരുഷൻ മുകളിൽ വരുന്ന പൊസിഷൻ അല്ലെങ്കിൽ സ്ത്രീ മുകളിൽ വരുന്ന പൊസിഷൻ, ഇത് തന്നെ അവർ എല്ലാ തവണയും വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ അത് ആ ലൈംഗിക പ്രവൃത്തിയിൽ തന്നെ ഒരു വിരസത ഉണ്ടാക്കുകയും ചെയ്യും. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ അടുക്കൽ കൺസൾട്ടേഷന് വന്ന ഒരു യുവതി പറഞ്ഞത് തൻ്റെ ഭർത്താവിന് ഏറ്റവും താല്പര്യമുള്ള പൊസിഷൻ താൻ മുകളിലിരുന്ന് ചെയ്യുന്ന സെക്സ് പൊസിഷനാണ് എന്നായിരുന്നു. അതിൻ്റെ കാരണമായിട്ട് അവർ പറഞ്ഞത് ഇത് കാഴ്ചയ്ക്ക് തൻ്റെ പങ്കാളിക്ക് വളരെയധികം സുഖം നൽകുന്ന ഒരു പൊസിഷനാണ് എന്നാണ്. പക്ഷേ തനിക്ക് സുഖം ലഭിക്കുന്നത് തൻ്റെ പങ്കാളിയുടെ പുറത്ത് കിടക്കുമ്പോഴാണ്. പക്ഷേ എല്ലാ തവണയും താൻ കിടക്കാൻ ശ്രമിക്കുമ്പോൾ തൻ്റെ ഭർത്താവ് തന്നോട് നേരെ ഇരിക്കാൻ ആവശ്യപ്പെടും. അപ്പം ഈ ഒരു പ്രശ്നം എങ്ങനെ പരിഹരിക്കണം എന്ന് പറഞ്ഞായിരുന്നു ആ യുവതി എന്നെ കാണാൻ വന്നത്. ഈ ലിംഗം യോനിയിൽ പ്രവേശിപ്പിച്ച് ചെയ്യുന്ന സെക്സിലൂടെ സ്ത്രീകൾക്കും രതിമൂർച്ചയിൽ എത്തണമെന്നുണ്ടെങ്കിൽ അവരുടെ യോനിക്ക് പുറത്ത് സ്ഥിതി ചെയ്യുന്ന ക്രിസരിയുടെ ഉത്തേജനം കൂടെ വളരെ ആവശ്യമാണ്. ഇത് ഒട്ടുമിക്ക സ്ത്രീകൾക്കും നേരെ ഇരുന്ന് സെക്സ് ചെയ്താൽ ലഭിക്കുകയില്ല. അതുകൊണ്ടാണ് ആ സ്ത്രീ പറഞ്ഞത് അവർക്ക് സുഖം ലഭിക്കണമെന്നുണ്ടെങ്കിൽ പങ്കാളിയുടെ പുറത്ത് കിടക്കണമെന്ന്. കാരണം അങ്ങനെ കിടന്ന് സെക്സ് ചെയ്തെങ്കിൽ മാത്രമേ അവരുടെ ക്രിസരിക്കും കൂടെ ഉത്തേജനം ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇനി എന്തൊക്കെയാണ് ഒരു ലൈംഗിക പ്രവൃത്തിയിൽ പുത്തൻ ഉണർവ് കൊണ്ടുവരാൻ സഹായിക്കുന്ന മാർഗങ്ങൾ? വിവിധ തരത്തിലുള്ള സെക്സ് പൊസിഷനുകൾ ട്രൈ ചെയ്യുന്നത് മുതൽ പല സമയത്ത് സെക്സ് ചെയ്യുന്നതും, വീട്ടിനുള്ളിലെ പല മുറികളിൽ സെക്സ് ചെയ്യുന്നതും, പല തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് സെക്സ് ചെയ്യുന്നതുമൊക്കെ ആ വിരസമായി തീർന്ന ലൈംഗിക ജീവിതത്തിൽ ഒരു പുത്തൻ ഉണർവ് കൊണ്ടുവരാൻ സഹായിക്കും. കാമസൂത്ര 64 പൊസിഷനുകളെ പറ്റി സംസാരിക്കുന്നുണ്ടാവാം. പക്ഷേ ഒട്ടുമിക്ക ദമ്പതികളും 4-5 പൊസിഷനുകൾക്കപ്പുറം പോകാറില്ല. ലോകമെമ്പാടും ഏറ്റവും അധികം ദമ്പതികൾ ചെയ്യുന്ന ഒരു പൊസിഷനാണ് മിഷണറി സ്റ്റൈൽ. ഇത് പുരുഷൻ മുകളിലായിട്ട് വരുന്ന ഒരു പൊസിഷനാണ്. രണ്ടാമത്തേത് ഡോഗി സ്റ്റൈൽ എന്ന് പറയും. ഒരു സ്ത്രീയുടെ പിൻവശത്ത് നിന്നും സെക്സ് ചെയ്യുന്നതാണ് ഡോഗി സ്റ്റൈൽ എന്ന് പറയുന്നത്. യോനിയിലൂടെ രതിമൂർച്ചയിൽ എത്തുവാൻ കഴിവുള്ള സ്ത്രീകളെ സംബന്ധിച്ച് ഈ ഒരു സെക്സ് പൊസിഷൻ ഉത്തമമാണ്. മൂന്നാമത്തേതാണ് കൗ ഗേൾ. ഒരു സ്ത്രീ പുരുഷൻ്റെ മുകളിൽ കയറിയിരുന്ന് മുൻപോട്ട് നോക്കി ചെയ്യുന്ന സെക്സ് പൊസിഷനാണ് ഇത്. നാലാമത്തേത് ലൈൻ കൗ ഗേൾ. ഇതും നേരത്തെ പറഞ്ഞ കൗ ഗേൾ പോലെ തന്നെ ഒരു സ്ത്രീ പുരുഷൻ്റെ മുകളിൽ കയറിയിരുന്ന് മുൻപോട്ട് നോക്കി ചെയ്യുന്ന ഒരു സെക്സ് പൊസിഷനാണ്. പക്ഷേ ഇവിടെ ഇരിക്കുന്നതിന് പകരം ആ സ്ത്രീ പുരുഷൻ്റെ ശരീരത്തിൽ കിടന്നുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് കൂടാതെ സ്പീഡ് ബംപ് എന്ന് പറയുന്ന ഒരു പുതിയ പൊസിഷനെ പറ്റിയും ഞാൻ ഈ അടുത്തിടയ്ക്ക് കേൾക്കുകയുണ്ടായി. മെത്തയിൽ കമിഴ്ന്ന് കിടക്കുന്ന ഒരു സ്ത്രീയുടെ ഉയർത്തിയ പിൻവശത്തു കൂടെ ഒരു പുരുഷൻ സെക്സ് ചെയ്യുന്ന പൊസിഷനാണ് ഇത്. അങ്ങനെ ഈ 5 പൊസിഷനുകളാണ് ദമ്പതികൾ സാധാരണയായി ചെയ്യാറുള്ളത്. ഈ സെക്സ് പൊസിഷനുകളൊക്കെ ട്രൈ ചെയ്യുവാൻ എത്രത്തോളം മെയ് വഴക്കം ആവശ്യമാണ്? ഈ കാമസൂത്രയിൽ കാണിച്ചിരിക്കുന്ന എല്ലാ പൊസിഷനുകളും നിങ്ങൾക്ക് ട്രൈ ചെയ്യുവാൻ ഉദ്ദേശമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെയ് വഴക്കം ആവശ്യമായിട്ട് വരും. ആ ഒരു നിർബന്ധമില്ലെങ്കിൽ പിന്നെ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മെയ് വഴക്കം ഇല്ലാത്ത ആളുകൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ നിരവധി പൊസിഷനുകളുണ്ട്. മാത്രവുമല്ല, ഈ മെയ് വഴക്കം കുറവുള്ള ദമ്പതികൾക്ക് സെക്സിൽ സഹായിക്കുന്നതിന് വേണ്ടി ഇന്ന് ഓൺലൈൻ വിപണിയിൽ വെഡ്ജസ് എന്ന് വിളിക്കുന്ന സാമഗ്രികൾ ലഭ്യവുമാണ്. കാശുണ്ടെങ്കിൽ ഇന്ന് സെക്സ് ചെയ്യാൻ സഹായിക്കുന്ന ഫർണിച്ചറുകളും ലഭ്യമാണ്. ഇത് രണ്ടും ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് തലയിണയോ കുഷ്യനോ ഒക്കെ നിങ്ങളുടെ ഇടുപ്പിനടിയിലും മുട്ടിനടിയിലുമൊക്കെ തിരികെ വെച്ച് ആ ലൈംഗിക പ്രവൃത്തി കൂടുതൽ സുഗമമാക്കുവാൻ പറ്റും. ഏതെങ്കിലും ഒരു പൊസിഷനിലെ നേരിയ മാറ്റത്തിനോ ആംഗിളിലെ നേരിയ വ്യത്യാസത്തിനോ ഒക്കെ പോലും ആ ലൈംഗിക ബന്ധത്തെ ഒരു പുതിയ അനുഭവമാക്കി മാറ്റുവാൻ സാധിക്കും. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ നിങ്ങൾക്കൊരു മെയ് വഴക്കത്തേക്കാൾ കൂടുതൽ വേണ്ടത് മനസ്സിൻ്റെ ഒരു വഴക്കമാണ്. കാരണം ഭാവനയുള്ള ഒരു മനസ്സിൻ്റെ ഉടമയാണ് നിങ്ങളെങ്കിൽ അവിടെ ഒരു തുറന്ന സംഭാഷണത്തിലൂടെ മാത്രം നിങ്ങൾക്ക് ലൈംഗികതയിൽ വളരെയധികം വൈവിധ്യങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ until next time, this is Sangeet Sebastian signing off for VVox. Just sex, no shame.